Good morning. Institutional Framework of Disaster Management in India. അതായത് ഇന്ത്യയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അതൊക്കെ തീരുമാനിക്കാനുള്ള ഇന്ത്യയിലുള്ള അതോറിറ്റീസ് ഏതൊക്കെ അതാണ് നോക്കുന്നത് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ള അതോറിറ്റിയാണ് ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. NDMA ഈസ് ടു ബി അസിസ്റ്റഡ് ബൈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതായത് ഈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഈ അതോറിറ്റീൻ്റെ തീരുമാനങ്ങൾ. ദിസ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് എ നാഷണൽ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എന്തിനൊക്കെ റെസ്പോൺസിബിളാണ്? പ്രിപ്പയർ ചെയ്യാനും പിന്നെ അപ്ഡേറ്റ് ചെയ്യാനും നാഷണൽ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. The plan includes measures to be taken for prevention of disasters or the mitigation. അതായത് മിറ്റിഗേഷൻ മെഷേഴ്സും പിന്നെന്താണ് അനദർ മെഷേഴ്സ് എന്തിനുള്ള പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് വരാതിരിക്കാനും പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ളതും ആ പ്ലാനൊക്കെ വരുന്നത് ഏതിലാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. NDMA ഈസ് ടു ബി അസിസ്റ്റഡ് ബൈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ദിസ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് അപ്ഡേറ്റിംഗ് എ നാഷണൽ പ്ലാൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദ പ്ലാൻ ഇൻക്ലൂഡ്സ് മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ഓർ ദ മിറ്റിഗേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ഇനി ഇതിൻ്റെ കീഴിൽ വരുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ആദ്യത്തെ നാഷണൽ ആയിരുന്നു, ഇനി സ്റ്റേറ്റ്, അതിൻ്റെ തൊട്ട് താഴെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി SDMA. അപ്പോൾ അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്. ദെൻ സ്റ്റേറ്റ് അതോറിറ്റി ഈസ് ടു ബി അസിസ്റ്റഡ് ബൈ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇവിടെ എന്തുണ്ട്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. The committee shall prepare a state plan which would include of assessment of vulnerability of different parts of the state to different forms of disasters and the role of departments of state government. അപ്പോൾ ഈ കമ്മിറ്റീൻ്റെ തീരുമാനം, ഈ കമ്മിറ്റി എന്തൊക്കെ ചെയ്യുന്നത്? ഷാൾ പ്രിപ്പയർ എ സ്റ്റേറ്റ് പ്ലാൻ. എന്തിന്? വിച്ച് വുഡ് ഇൻക്ലൂഡ് ഓഫ് അസസ്മെൻറ്റ് ഓഫ് വൾണറബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ടു ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. അതായത് ചില ഡിസാസ്റ്റേഴ്സിന് ഏറ്റവും വൾണറബിൾ, അതായത് ചില ഡിസാസ്റ്റർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ മണ്ണൊലിപ്പ് ഉണ്ടാവാൻ സാധ്യത കൂടിയ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ കടൽ തീരത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഏരിയകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഭൂമി കുലുക്കം ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയ മേഖലകൾ, ഇങ്ങനെയൊക്കെ തിരിക്കുന്നത് ആരാണ്? ഈ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റോൾസ് കൊടുക്കുന്നത് അതൊക്കെ ആരെന്നെയാണ്? ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി SDMA ചെയർപേഴ്സൺ ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. State authority is to be assisted by a state executive committee. The committee shall prepare a state plan which would include of assessment of vulnerability of different parts of the state to different forms of disasters and the role of departments of state government. Okay, then next ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റേറ്റ് കഴിഞ്ഞ് ഇനി ഏതാ? ഡിസ്ട്രിക്റ്റ് ആവും. ഡിസ്ട്രിക്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി DDMA, which is headed by the collector or district magistrate. ഇത് ഇതിൻ്റെ തലപ്പത്തായിരിക്കുന്നത് ഒന്നെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. DDMA will act as the planning, coordinating, implementing body for disaster management at the district level.
അപ്പോൾ അതെന്താണ്, ഇറ്റ് വിൽ ആക്ട് ആസ് ദ പ്ലാനിങ് കോർഡിനേറ്റിംഗ് ഇംപ്ലിമെൻറ്റിംഗ് ബോഡിയാണ് എന്തിന്, ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ലെവലിൽ വരെ എത്തിച്ചു അല്ലേ, ഈ അതോറിറ്റി വഴി ഡിസ്ട്രിക്ട് ലെവലിൽ വരെ എന്തെത്തി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളെത്തി. It will prepare the district plan for disaster management in accordance with instruction by NDMA and SDMA. അപ്പോൾ NDMAൻ്റെയും SDMAൻ്റെയും തീരുമാനങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലോട്ട് എത്തിക്കുകയാണെന്ത്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പ്ലാൻ തയ്യാറാക്കുകയാണ് ആര്, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, ആദ്യത്തെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, രണ്ടാമത്തെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ദെൻ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, അതിൻ്റെ തലപ്പത്ത് ആരാണ്, കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ലോക്കൽ അതോറിറ്റി. അപ്പോൾ ഇനി ഡിസ്ട്രിക്റ്റും കഴിഞ്ഞു. ഇറ്റ് ഇൻക്ലൂഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പഞ്ചായത്ത് ലെവലിലെത്തി. ഓക്കെ, ദീസ് ബോഡീസ് ആർ റിക്വയർഡ് ടു എൻഷുർ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദെയർ എംപ്ലോയീസ് for managing disasters and carrying out relief and reconstruction activities in the affected area. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാൻ നമ്മൾ സ്വീകരിക്കണം, ആൻഡ് ക്യാരിയിങ് ഔട്ട് റിലീഫ് ആൻഡ് റീകൺസ്ട്രക്ഷൻ, അതൊന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെ അതിനെ ബാധിക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനും, റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇനിയിപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ ദ എഫക്റ്റഡ് ഏരിയ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ ഏതായി ഏറ്റവും താഴ്ന്ന തട്ടിലെത്തിയില്ലേ, ലോക്കൽ അതോറിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കുക, ആദ്യം നാഷണൽ ലെവലിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, പിന്നെ അത് സ്റ്റേറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റി അത് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ എത്തിക്കുന്നു. ദെൻ ഡിസ്ട്രിക്ട് ലെവലിൻ്റെ താഴെ വരുന്നതാണ് എന്ത്, ലോക്കൽ അതോറിറ്റി, അതായത് പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ ലോക്കൽ അതോറിറ്റി പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദീസ് ബോഡീസ് ആർ റിക്വയർഡ് ടു എൻഷുർ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ദെയർ എംപ്ലോയീസ് for managing disasters and carrying out relief and reconstruction activities in the affected area. Then next one, other institutional arrangements. ഇത് മാത്രമല്ല, ഇതിന് പുറമെ കുറേ ഉണ്ട്. അത് അതിലൊരു 3 നമുക്ക് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് NIDM, then നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, then ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ റിസോഴ്സ് നെറ്റ്വർക്ക് IRDN. ഇതൊക്കെ ഇന്ത്യയിലുള്ള ഓരോ അതോറിറ്റികളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് NIDM, ദെൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, ദെൻ ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ റിസോഴ്സ് നെറ്റ്വർക്ക് IRDN. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതിൽ ഫസ്റ്റ് വൺ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA, അതായത് പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഓക്കെ, NDMA ഈസ് ടു ബി അസിസ്റ്റഡ് ബൈ നാഷണൽ, അതിൻ്റെ തീരുമാനങ്ങൾ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എടുക്കുന്നത്, അതാണ് പ്രിപ്പയർ ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ചീഫ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. ഓക്കെ, the committee shall prepare, അവിടെ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. the committee shall prepare a state plan which would include of assessment of vulnerability of different parts of the state to different forms of disasters and role of departments of state government. then district disaster management, കളക്ടറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ഹെഡ് ചെയ്യുന്ന ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് ദ പ്ലാനിങ് കോർഡിനേറ്റിംഗ് ഇംപ്ലിമെൻറ്റിംഗ് ബോഡി ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. അതായത് NDMAൻ്റെയും SDMAൻ്റെയും തീരുമാനങ്ങൾ നടപ്പിലാക്കുക. ഓക്കെ, അതാണ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത് ലെവലിലുള്ള തീരുമാനങ്ങൾ. അപ്പോൾ ഇതിലുള്ള ഈ ബോഡീസിൻ്റെ ഇതെന്താണ്, റിക്വയർഡ് ടു എൻഷുർ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ദെയർ എംപ്ലോയീസ്. അപ്പോൾ ജീവനക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം, അതേപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ എങ്ങനെ നടത്തണം, ഇതിനൊക്കെ പ്രാപ്തരാക്കുകയാണെന്ത് ലോക്കൽ അതോറിറ്റി അറിയണം. ദെൻ അതിന് പുറമേയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് NIDM, ദെൻ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, ദെൻ ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ റിസോഴ്സ് നെറ്റ്വർക്ക് IRDN. ഓക്കെ, താങ്ക് യു.